കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ സമ്മറിലുണ്ടല്ലോ ഈ പാർക്കിൽ ഒരു മാക്സിമം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഓടിയിട്ടില്ല 8 കിലോമീറ്റർ ഒക്കെ ഓടുമായിരുന്നു. പക്ഷെ ഇപ്പൊ സമ്മർ ആവേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു, സ്ഥിരമായിട്ട് എനിക്ക് ഒരു ജലദോഷം മാറും, അടുത്ത ജലദോഷം വരും, അടുത്ത ജലദോഷം മാറും, അടുത്ത ജലദോഷം വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മാസമായിട്ട് ഞാൻ UV ഡേ കെയർന്ന് കൊണ്ടുവരുന്ന വൈറസ് UVക്ക് 2 ദിവസത്തിൽ മാറും കേട്ടോ. ഞാനൊരു 3-4 ആഴ്ച എടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് വരികയില്ല. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ സൈഡിൽ ചെറിയൊരു തടാകമുണ്ട്. അപ്പൊ എല്ലാവരും അതിലിങ്ങനെ കളിക്കുക, അവരുടെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര സ്വിമ്മിംഗ് ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 2 കൊല്ലം മുന്നേ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ സ്വിം ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിനൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 കൊല്ലം എടുത്തു കേട്ടോ. 2 കൊല്ലം എടുത്ത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ 4-5 ക്ലാസ്സിൽ പോയി. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം മുന്നേ ഞാൻ ഷവറിൽ നിൽക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം സ്വിമ്മിങ് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയതിന് ശേഷം കണ്ണടച്ച് ഷവറിനിടയിൽ നിൽക്കാൻ വരെ പേടിയായി തുടങ്ങി. എന്താ അറിയില്ല, വെള്ളം ഒരു പേടിയായിരുന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തായാലും സ്വിം ചെയ്യാൻ പഠിക്കും, ഞാനിത് എന്തായാലും ഓവർകം ചെയ്യും. എനിക്ക് ഹൈഡ്രോഫോബിയ ഒന്നും ഇല്ല കേട്ടോ, വെറുതെ വെള്ളത്തിനോടൊരു പേടി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് എന്താണെന്നിട്ട് പഠിച്ചില്ല. അത്ര അപ്പോൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ വിട്ടു പറഞ്ഞു, എന്തായാലും നീന്താം, നല്ല എക്സസൈസാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ പ്രഗ്നൻസി ഒരു റീസൺ ആക്കി എടുത്ത ഞാൻ സ്വിം ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. വിഷ്ണു പക്ഷെ ഒളിമ്പിയൻ്റെ അടുത്തൊക്കെ പോയിട്ട് സ്വിം ചെയ്യാൻ പഠിച്ചായിരുന്നു കേട്ടോ. വിഷ്ണു സ്വിം ചെയ്യുമായിരുന്നു. എന്തായിരുന്നു വിഷ്ണുവിന്റെ ഒളിമ്പിയന്റെ പേര്? മറന്നുപോയി, അറിയില്ല. വിഷ്ണു അവിടെ പോയിട്ട് വിഷ്ണു സഞ്ചേട്ടനും കൂടെ പഠിച്ചായിരുന്നു. അങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കും, ഇത്രയും വലിയൊരു കാര്യം സ്റ്റോറിയിൽ പറഞ്ഞാൽ ബോറടിക്കില്ലേ എന്ന്. എനിക്ക് ബോറടിക്കോ? ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ബോറടിച്ചിട്ടില്ലല്ലോ.